അങ്ങനെ നമ്മുടെ ഹരീഷും നീതും ഇങ്ങനെ ഫോൺ സംസാരിച്ചും കൊണ്ടിരിക്കേണ്ട ആ സമയത്ത് പെട്ടെന്ന് നീതുവിൻ്റെ റൂമിലേക്ക് അവളുടെ ഏട്ടൻ വരുന്നുണ്ട്. എന്നിട്ട് ഏട്ടൻ വന്നിട്ട് കുറേ ഒരുപാട് ഇട്ടിട്ട് അവളെ ചീത്ത പറയുന്നു അടിക്കണമൊക്കെ ഉണ്ട്. ആ സമയത്ത് ഹരീഷ് ചോദിക്കേണ്ട അവിടെ എന്താ പ്രശ്നം നീതു എന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് ഏട്ടനെ ഉന്തി പുറത്താക്കിയിട്ട് വാതിലടച്ചിട്ട് നീതു നിന്നിട്ട് ഫോൺ എടുത്തിട്ട് പറയണ്ടേ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, ഏട്ടൻ വന്നതാണെന്ന് പറയണ്ടേ. എന്തായാലും അവളുടെ അമ്മി ഒരുപാട് ഇട്ടിട്ട് അവളെ ചീത്ത പറയണ്ടേ നീതുവിന്. പിന്നെ കാണിക്കേണ്ട പിറ്റേ ദിവസം രാവിലെ നമ്മുടെ സുധീഷും നീതിയും കൂടി സുധീഷിൻ്റെ ട്രാവൽസ് പോയിട്ട് ലൈസൻസിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഫോട്ടോ ഒട്ടിക്കാൻ പറയേണ്ട അവൾ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഗമ്മിട്ടിട്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് വേഗം ഒരു ഫോട്ടോ നമ്മുടെ നീതിയുടെ അടുത്ത് പോക്കറ്റിലൊക്കെ ഇടുന്നുണ്ട്. എന്തായാലും അപേക്ഷിച്ചിട്ട് ലൈസൻസ് ഉള്ളതൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും വേഗം ലൈസൻസിൻ്റെ ടെസ്റ്റ് റെഡി ആവേണ്ട അവരൊക്കെ ലൈസൻസിലും പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് നമ്മുടെ നീതിക്ക് ഒരുപാട് ട്രെയിനിങ് കൊടുക്കണം നമ്മുടെ സുധീഷ്. നീതിക്കാണെങ്കിൽ ഒരുപാട് പേടി, അവൾ തെറ്റിക്കുന്നുണ്ട്, ആദ്യമൊക്കെ ഒരുപാട് തെറ്റിക്കുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞൊക്കെ പഠിപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. സുധീഷ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ നീതിക്കാണെങ്കിൽ അവനോട് പാവമൊക്കെ തോന്നുന്നുണ്ട്. അവൾ പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിക്കുക, ഇങ്ങനെ ഒരു ഫ്രോഡിനെ ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവസാനം നമ്മൾ സുധീഷ് പറയേണ്ട RTO വരും. ഇവിടെ RTO ഇരിക്കും, അവരുടെ മുന്നിൽ കൂടെ ഓടിച്ച് കാണിക്കണം, പേടിക്കരുത് എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആദ്യത്തെ ടെസ്റ്റിൽ അവൾ ഫെയിൽ ആവുന്നുണ്ട്. അവൾ കാലൊക്കെ കുത്തും, എൻ്റെ സുധീഷ് അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തലയിൽ കഴുകി വയ്ക്കുന്നുണ്ട്. എന്തായാലും നിധി ഇങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞിട്ട് പോട്ടെ സാരമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ RTO പറയും ഇങ്ങനെ ഒരു വണ്ടി ഓടിക്കാത്ത ആൾക്കാരാണോ വണ്ടി ഓടിക്കാൻ വരുന്നത്, ഇവരെ റിജക്റ്റ് ചെയ്യുന്നു പറഞ്ഞ് റിജക്റ്റ് ചെയ്ത് വിടും. എന്തായാലും നമ്മൾ നിധിയോട് പോയി പറയും നീ പേടിക്കേണ്ട വിഷമിക്കേണ്ട, ഞാൻ ഒരു ചാൻസും കൂടി RTOയോട് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് പോയി RTOയോട് കാല് പിടിക്കണ പോലെ അപേക്ഷിക്കുന്നുണ്ട്. ഒരു ചാൻസും കൂടി തരൂ സാറേ പ്ലീസ് സാറേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അയാൾ ഇങ്ങനെ അപേക്ഷിക്കണം കണ്ടിട്ട് RTO പറഞ്ഞു ആയിക്കോട്ടെ ഒരു ചാൻസും കൂടി തരാം ലാസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. എന്തായാലും നമ്മളെ സുധീഷ് വിചാരിക്കുന്നത് ഇങ്ങനെ ഇവളോട് സ്നേഹത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് ചീത്ത പറഞ്ഞാലേ ഇനി ഇവൾ ശരിയാവുള്ളൂ, ലൈസൻസിന് അവൾ മനസ്സവൾ ധൈര്യം വരുത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷ് പറയുന്നത് നീ എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവമാണെന്ന്, എനിക്ക് ഒരു കുന്തും അറിയില്ല, നീയല്ലേ പറഞ്ഞത് നിനക്ക് ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കണം, ഇതാണോ നിൻ്റെ ഒറ്റയ്ക്ക് ജീവിച്ച് കാണിക്കണം, നീ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് പണിയെടുക്കും എന്നൊക്കെ പറയും, ഇതാണോ നിൻ്റെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ, നമുക്ക് ഒന്നിനും വയ്യ, എനിക്ക് വെറും ഒരു മണ്ണുണ്ണിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞു നീതിക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വേണ്ട. അവൾ വേഗം പോയി നീ ഒന്നും പറയണ്ട സുധീഷ് എന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടി എടുത്തിട്ട് RTOയുടെ മുന്നിൽ ഓടിച്ച് കാണിച്ചിട്ട് അവൾ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പാസ്സാവുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സുധീഷിന് വലിയ സന്തോഷമാവുന്നുണ്ട്. എന്തായാലും പാസ്സായി വന്നതിന് ശേഷം അവൻ പറയുന്നുണ്ട് എന്തായാലും ഞാൻ കുറേ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിനക്ക് ടെസ്റ്റിൽ പാസ്സാവാൻ പറ്റിയില്ലേ. അപ്പോൾ സുധീഷ് നെഗറ്റീവ് പറഞ്ഞത് മനഃപൂർവ്വം അല്ലേ, അല്ല പിന്നെ നീ ഞാൻ അങ്ങനെ കുറേ പറഞ്ഞിട്ട് നീ ചെയ്യണില്ലല്ലോ, ഇപ്പോൾ എങ്ങനെയെങ്കിലും പറഞ്ഞാൽ നീ ആ ദേഷ്യത്തിൽ നീ പോയി ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് ടെസ്റ്റിൽ പാസ്സായി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷും നിധി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ നിധി ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിട്ട് ഓഫീസിൽ പോയിട്ട് ഇങ്ങനെ ഒരുങ്ങാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ നീതുവിൻ്റെ ഏട്ടൻ പറയുന്നുണ്ട് അഞ്ജലി ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിധിനെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. നീ അഞ്ജലി അല്ല പാഞ്ചാലിയാണെന്നൊക്കെ പറയുന്നത്, നീ 5 ആണുങ്ങളുടെ ഒപ്പം കഴിയണവളല്ലേ എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കേൾക്കുമ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോണ്ട്. വീട്ടിൽ പോയിട്ട് നമ്മുടെ സുഭാഷേട്ടനും സുധീഷിനും മുന്നിൽ ഒരുപാട് കരയുണ്ട്, എന്നെ അവിടെ ഒരുപാട് കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ സുധീഷിനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ. സുധീഷും പോയിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് നീതുവിൻ്റെ ഏട്ടന്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.